വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോഷകഗുണം ഏറെയുള്ള മുതിരസാദം ഉണ്ടാക്കാം. കൊള്ളുപൊടി വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കപ്പ് മുതിര ചേർക്കുക. സിമ്മിൽ വറുത്താലേ കറക്റ്റായി മുതിര വഴണ്ടി വരികയുള്ളൂ. വറുത്ത മുതിര ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ 1 സ്പൂൺ കടലപ്പരിപ്പും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും ഞെട്ടികളഞ്ഞ 4 വറ്റൽമുളകും ചേർത്ത് വറുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങളിത് തയ്യാറാക്കുന്നതെങ്കിൽ ഓരോന്നും സെപ്പറേറ്റായി വറുക്കുക. 1/4 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് വറുക്കുന്നുണ്ട്. അതുപോലെ 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് വറുക്കുക. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് വഴറ്റാം. നന്നായി മൂത്ത് വരുമ്പോൾ 1 തുണ്ട് കായം ചേർത്ത് കൊടുക്കുക. കൂടെ 2 ചെറിയ തുണ്ട് പുളി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ലപോലെ തണുത്ത ശേഷം മിക്സിയിൽ ആദ്യം വറ്റൽമുളകിട്ട് പൊടിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവ ചേർത്ത് പൊടിക്കാം. പൊടിച്ച പൊടി ഒരു തട്ടിലേക്ക് കൊട്ടി പരത്തി ചൂടാറാൻ വയ്ക്കുക. നല്ലപോലെ തണുത്ത ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല പൊന്നിയരിച്ചോറും ഈ മുതിരപ്പൊടിയും കുറച്ച് നെയ്യുമുണ്ടെങ്കിൽ സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെയില്ല. സ്വാദിഷ്ടമായ മുതിരസാദം റെഡി. പെട്ടെന്ന് കറികളൊന്നും വെക്കാൻ സമയമില്ലാത്ത നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.